Hello my dear students. ഇന്ന് നമുക്ക് +2 മാത്തമാറ്റിക്സ് 5th ചാപ്റ്റർ കണ്ടിന്യൂവിറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ടോപ്പിക്ക് ഒന്ന് റിവൈസ് ചെയ്യാം ഓണം എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തിയറി ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ ബോർഡ് എക്സാമിന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് കണ്ടിന്യൂവിറ്റിയാണ്. കണ്ടിന്യൂവിറ്റി നിങ്ങൾക്കറിയാം. കണ്ടിന്യൂവിറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു a എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് x ഈക്വൽ ടു a ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എ മൈനസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു എഫ് ഓഫ് എ. ലെഫ്റ്റ്, റൈറ്റ്, ദെൻ ആക്ച്വൽ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ്, ഫംഗ്ഷൻ്റെ വാല്യൂ. ഇത് മൂന്നും exist finitely. These three quantities exist finitely. ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, അത് ഈക്വൽ ആയിരിക്കണം. ഇത് നിങ്ങൾ 11th പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ലിമിറ്റും ആക്ച്വൽ വാല്യൂയും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും, ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം ഫൈനൈറ്റ്ലി ആൻഡ് ഈക്വൽ, അല്ലെങ്കിൽ കോയിൻസൈഡ്. അറ്റ് ദാറ്റ് പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ അവർ ചോദിക്കുന്നത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നമ്മളിത് ഓരോന്ന് കണ്ടുപിടിക്കുക. ലെഫ്റ്റ്, റൈറ്റ്, ആക്ച്വൽ വാല്യൂ, ഇതെല്ലാം കണ്ടുപിടിക്കുക. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതിൽ കൂടുതൽ സാധ്യത ദ ഗിവൺ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ചെക്ക്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ്. ആ ക്വസ്റ്റ്യനിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും, കെ എന്നോ ആൽഫ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചിലപ്പോൾ എ ബി എന്ന് പറഞ്ഞ് 2 കോൺസ്റ്റന്റ് വരാം, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാധ്യത കൂടുതൽ. അതാണ് കണ്ടിന്യൂവിറ്റി എന്ന കൺസെപ്റ്റിൽ വരുന്നത്. നമുക്ക് ഇനി ചിലപ്പോൾ 1 മാർക്ക് കാറ്റഗറിയിൽ ഗ്രാഫൊക്കെ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കാം. ഇപ്പോൾ ഗ്രാഫിനകത്തൊക്കെ ആണെങ്കിൽ വി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ, ദെൻ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏതെങ്കിലും പോയിന്റിൽ പെൻ ലിഫ്റ്റ് ചെയ്യേണ്ട വന്നാൽ അറ്റ് ദാറ്റ് പോയിന്റ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് അപ്പോൾ പെൻ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റിയാൽ ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് എന്ന് വിളിക്കും. അറ്റ് എനി പോയിന്റ് നമുക്ക് ഗ്രാഫ് പെൻ ലിഫ്റ്റ് ചെയ്യേണ്ട വന്നാൽ അറ്റ് ദാറ്റ് പോയിന്റ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊക്കെ സ്റ്റേറ്റ് സിലബസിൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കൂ, 3rd ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതോരണം നമുക്ക് ചെയ്യാം. 3rd ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഡിസ്കസ് ദ കണ്ടിന്യൂവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഇതൊക്കെ ശരിക്കും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് എവരിവെയർ കണ്ടിന്യൂസ്. അതുപോലെ തന്നെ ലോഗരിതമിക്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദെയർ ഡൊമൈൻ. ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ NCERT കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ തന്നെ 2 ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്.
എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് വെയർ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 വരരുത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. Both are continuous, then its composition f of g of x is also continuous. കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. എൻ്റെ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് കോമ്പോസിറ്റ് ജി, ജി കോമ്പോസിറ്റ് എഫ്. അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT എക്സൈസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് രണ്ടും പോളിനോമിയലാണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് 2 എന്നുള്ള പോയിന്റിൽ മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ മാറും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്നും, എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് 3 എന്നും ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 2 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ചേഞ്ച് ആവുന്നത് കൊണ്ട് അറ്റ് എ പോയിന്റ് 2 നമുക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂവിറ്റി ചെക്ക് ചെയ്യാം. നോക്കൂ, എഫ് ഓഫ് 2 മൈനസ്, എഫ് ഓഫ് 2 മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2വിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് സൈഡ്. ഇതാണ് 2 എങ്കിൽ 2വിലേക്ക് നമുക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, അത് 2 പ്ലസ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, അത് 2 മൈനസ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിനാണ് എഫ് ഓഫ് 2 മൈനസ് എന്ന് വിളിക്കുന്നത്. എഫ് ഓഫ് 2 മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഒരിക്കലും 2 മൈനസ് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എക്സിന് -2 കൊടുക്കുക എന്നല്ല കേട്ടോ. എക്സിന് കൊടുക്കേണ്ട വാല്യൂ 2 തന്നെയാണ്. പിന്നെ 2 മൈനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2വിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ്. ഈ ഫംഗ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ 2 സ്ക്വയർ പ്ലസ് 3 ദാറ്റ് ഈസ് 4 പ്ലസ് 3 വിച്ച് ഈസ് 7. എക്സിന് 2 കൊടുത്താൽ 4 പ്ലസ് 3 7. 4 പ്ലസ് 3 7. എഫ് ഓഫ് 2 മൈനസ്, എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് ടെൻസ് ടു 2. ഈ 2 മൈനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് ഏത് ചൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഏത് ഫംഗ്ഷനകത്ത് എക്സിന് 2 കൊടുക്കണം. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2വിനേക്കാൾ ചെറുത്, ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തു, അപ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കും. എഫ് ഓഫ് 2 എടുക്കേണ്ട ആവശ്യമില്ല, സെയിം ഫംഗ്ഷൻ തന്നെയാണ്, വേണമെങ്കിൽ എഴുതാമെന്ന് മാത്രം. കാരണം സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈക്വൽ ടു 2 വരുമ്പോഴും. അതും 2 സ്ക്വയർ പ്ലസ് 3 വിച്ച് ഈസ് 7. എഫ് ഓഫ് 2 പ്ലസ്, 2 പ്ലസ് എന്ന് പറഞ്ഞാൽ 2വിനേക്കാൾ വലുത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, 2വിനേക്കാൾ വലുത്. 2വിനേക്കാൾ വലുതെന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കണം. അതെന്താണ്? എക്സ് ക്യൂബ് മൈനസ് 3 അല്ലേ? എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 വരും. 8 മൈനസ് 3 ദാറ്റ് ഈസ് 5 അല്ലേ? എക്സിന് 2 കൊടുത്താൽ 2 ക്യൂബ് 8, 8 മൈനസ് 3 5. വളരെ വ്യക്തമാണ്, എഫ് ഓഫ് 2 മൈനസും എഫ് ഓഫ് 2 പ്ലസും ഈക്വൽ അല്ല. Therefore, this function is discontinuous at x equal to 2 അല്ലേ? എഫ് ഓഫ് 2 പ്ലസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2 മൈനസ്. Therefore, this function is discontinuous at x equal to 2. Discontinuous at x equal to 2. അടുത്ത ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്കത് കഴിയുമ്പോൾ ചെയ്യാം കേട്ടോ. കണ്ടിന്യൂറ്റിയുടെ 1-2 ചെയ്യാം. ഇത് നോക്കൂ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെയാണ്, വളരെ സിമ്പിളാണ്. എഫ് ഓഫ് 3 മൈനസ് എന്ന് പറഞ്ഞാൽ 3യേക്കാൾ ചെറുത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് തന്നെ എഴുതിയാൽ മതി. എടുക്കേണ്ട ഫംഗ്ഷൻ ഇതാണ്. ഏതാണ്? 3x പ്ലസ് 1. എക്സിന് 3 കൊടുത്താൽ 3 into 3 plus 1 that is 10. 3 into 3 plus 1 that is 10. f of 3 plus എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3,
3 പ്ലസ് എന്ന് പറഞ്ഞാൽ 3യേക്കാൾ വലുത് എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സിന് 3 എന്ന് കൊടുത്താൽ 3 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് ഓൾസോ 10. രണ്ടും ഈക്വൽ ആണ്. എഫ് ഓഫ് 3 വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 3 കണ്ടുപിടിച്ചാലും ഈ ഫംഗ്ഷൻ തന്നെയാണ് എടുക്കുന്നത്, അതും 10 കിട്ടും. അപ്പോൾ എഫ് ഓഫ് 3 പ്ലസ് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 3 ഓൾ ആർ ഈക്വൽ. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ബാക്കിയുള്ള പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. വേറെ ഒരു വാല്യൂ കൊടുത്താലും നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവേ. അടുത്തത് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. Greatest integer x, greatest integer function is discontinuous at integer points. Integer പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം 0, 1, 2, 3, 4 ഇങ്ങനെ പോയാൽ 1, 2, 3, 4 0ക്കും 1നും ഇടയിൽ ബിറ്റ്വീൻ 0 ആൻഡ് 1 ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. 1നും 2നും ഇടയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ്റെ ആൻസർ 1 ആയിരിക്കും. ബിറ്റ്വീൻ 2 ആൻഡ് 3 ഏത് വാല്യൂ കൊടുത്താലും ആൻസർ 2 ആയിരിക്കും. 3 to 4 ആൻസർ 3 ആയിരിക്കും. ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഗ്രാഫ് വരയ്ക്കുന്നതിന് ഒരു പ്രശ്നമില്ല. 1 വരുമ്പോൾ പെന്നെടുത്ത് ഇവിടെ വരേണ്ട വരും. അപ്പോൾ ഈ ഇൻറ്റിജർ പോയിന്റിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് -2 മുതൽ 5 വരെയാണ്. -2 മുതൽ 5 വരെ ഏതൊക്കെ പോയിന്റ്, എത്ര ഇൻറ്റിജർ ഉണ്ടെന്ന് നോക്കുക. -2 ഇൻക്ലൂഡഡ് അല്ല, ഓപ്പൺ ഇൻ്റർവെല്ലാണ്. -1, 0, 1, 2, 3, 4 എത്ര ഇൻറ്റിജർ പോയിന്റ് ഉണ്ട്? ദർ ആർ 6 ഇൻറ്റിജർ പോയിന്റ്. ഈ 6 ഇൻറ്റിജർ പോയിന്റിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. അടുത്ത 2 ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കത് ഡിഫറൻഷ്യബിലിറ്റി വരുമ്പോൾ ചെക്ക് ചെയ്യാം. ഇതും വീണ്ടും കണ്ടിന്യൂസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ. നിങ്ങളുടെ NCERT തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഇത് 2 ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആണ്. ഏതൊക്കെയാണ് 2 ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ കോസ് എക്സ്, അടുത്ത ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. 2 ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് കണ്ടിന്യൂസ്. നിങ്ങൾ കോസ് എക്സിൻ്റെ ഗ്രാഫ് ഓർക്കുന്നില്ലേ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദയർ ഡൊമെയിൻ. കോസ് എക്സിൻ്റെ ഗ്രാഫ് ഡൊമെയിൻ റിയൽ നമ്പറാണ്. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇങ്ങനെ പോകും. കോസും സൈനിൻ്റെയും രണ്ടിൻ്റെയും ഡൊമെയിൻ റിയൽ നമ്പറാണ്. നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ഇൻ ദയർ ഡൊമെയിൻ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്താണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. കണ്ടോ, എക്സ് സ്ക്വയർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരാബോളയുടെ ഷേപ്പിലിരിക്കും. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. സോ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. Therefore, its composition f composite g of x which is equal to f of g of x which is equal to ഇതാണ് f of x. ഇതാണ് f of x. എക്സിൻ്റെ പ്ലേസിൽ g of x എന്ന് കൊടുത്താൽ cos of g of x എന്ന് വരും. എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ g of x എന്ന് കൊടുക്കുന്നു. അപ്പോൾ cos of g of x which is equal to cos of x square.
which is equal to cos of x square. F composite g of x is cos of x square. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ, കണ്ടിന്യൂവസ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, പോളിനോമിയൽ ഫംഗ്ഷൻ വിച്ച് ഈസ് ഓൾസോ കണ്ടിന്യൂവസ്. If two functions are continuous, then their composition is also continuous. Therefore, its answer cos x square is continuous. ഇതെല്ലാം ഡെറിവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസിയേഷനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിഫറൻസിയേഷനെ കുറിച്ച് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ മൈനസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, എഫ് ഡാഷ് ഓഫ് എ പ്ലസ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ഇത് രണ്ടും ഫൈനൈറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ. ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി ആൻഡ് ഈക്വൽ. അത് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂവസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അല്ല സോറി, ഡിഫറൻഷ്യബിൾ എന്ന്. Derivative f dash of a plus and f dash of a minus exist finitely and they are equal. ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് ഫോർമുലയൊക്കെ ഉണ്ട്. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ മൈനസ് എച്ച് എന്നും, ഇത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ലിമിറ്റ് അല്ല കേട്ടോ, ഡെറിവേറ്റീവ് എഫ് ഡാഷിന് ഞാൻ ഇട്ടിട്ടുണ്ട് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇതേ പാറ്റേണിൽ ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ വരാറില്ല. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഗ്രാഫ് വരച്ചു നോക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണോ, ഏതെങ്കിലും പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ മസ്റ്റായിട്ട് അത് എന്തായിരിക്കും, നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ എന്ന് വെച്ച് നോൺ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ തിരിച്ചു വരില്ല കേട്ടോ, തിരിച്ചൊരിക്കലും ശരിയാവില്ല. നോൺ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഒരിക്കലും ഡിസ്കണ്ടിന്യൂസ് ആകണമെന്നില്ല. അതേസമയം അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആണോ, തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴോ എവിടെയെങ്കിലും കണ്ടിന്യൂവിറ്റി ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അറ്റ് ദാറ്റ് പോയിന്റിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അത് കൂടാതെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഷാർപ്പ് എഡ്ജ് വരുവാണെങ്കിൽ, ഇതിങ്ങനെ വരുവാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇങ്ങനെ കേർഡ് ഷേപ്പ് വന്നാൽ കുഴപ്പമില്ല. ഷാർപ്പ് എഡ്ജ്, വെർട്ടെക്സ് ഇത് വന്നാൽ അറ്റ് ദാറ്റ് പോയിന്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അതിൻ്റെ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആവില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. പിന്നെ വെർട്ടിക്കൽ ടാൻജൻറ്റ് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് NCERT വരുന്നില്ല, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഡിസ്കണ്ടിന്യൂവിറ്റി വന്നോ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും, ഷാർപ്പ് എഡ്ജ് വന്നോ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റഗറി പെടുത്തി ഒന്ന് ചിന്തിക്കാം. Second one, draw the graph of the function mod x. mod xന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ഇതാണ് mod xന്റെ ഗ്രാഫ്. എങ്ങനെ വി ഷേപ്പിൽ പോകും. ഇത് കണ്ടിന്യൂസാ, ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാം. ബട്ട് mod x ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. mod x ഡിഫറൻഷ്യബിൾ അല്ല. എവിടെ? അറ്റ് x ഈക്വൽ ടു 0.
സീറോയിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. മോഡ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. അവിടെ ഒരു വി ഷേപ്പ് വരും, ഷാർപ്പ് എഡ്ജ് വരും, വിച്ച് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ചെക്ക് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. എക്സ് ഈക്വൽ ടു സീറോയിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷ്യബിൾ അല്ല എന്ന് എഴുതിയാലും മതി. ഇപ്പോൾ മോഡ് എക്സ് മൈനസ് 1 ആയിരുന്നെങ്കിലോ, മോഡ് എക്സ് മൈനസ് 1 ആയിരുന്നുവെങ്കിൽ വി ഷേപ്പ് ഇത് എവിടെയാട്ടോ വരിക? അറ്റ് എക്സ് ഈക്വൽ ടു 1 വരിക. അറ്റ് എക്സ് ഈക്വൽ ടു 1 വി ഷേപ്പ് വരിക. അപ്പോൾ വിച്ച് ഈസ് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും, 0 മോഡ് എക്സ് മൈനസ് 1 ആണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു 1 നോട്ട് ഡിഫറൻഷ്യബിൾ ആകുക. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ എഴുതിയാലും മതി, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോൾ അതല്ല, ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് 0 മൈനസും എഫ് ഡാഷ് ഓഫ് 0 പ്ലസും ചെക്ക് ചെയ്യാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ആവശ്യമില്ല. 3 മാർക്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എഫ് ഡാഷ് ഓഫ് 0 മൈനസ് ആണെങ്കിൽ നമ്മുടെ ആ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാം. മോഡ് എക്സിനെ 2 സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0, എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മോഡുലസ് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. ഇനി എഫ് ഡാഷ് എക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാം. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1ഉം പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ഉം കിട്ടും. എപ്പോഴാണ് ഇത് എക്സ് ലെസ് ദാൻ 0, ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എഴുതാം എഫ് ഡാഷ് ഓഫ് 0 മൈനസ് 0യേക്കാൾ ചെറുത് വരുമ്പോൾ ഡെറിവേറ്റീവിൻ്റെ ആൻസർ -1 ആണ്. എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എക്സ് 0യേക്കാൾ വലുതാവുമ്പോൾ ഡെറിവേറ്റീവിൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എന്ന് പറയുന്നത് -1ഉം എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് +1ഉം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. 3 മാർക്ക് കാറ്റഗറിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. നമ്മുടെ ഫോർമുല അനുസരിച്ചാണെങ്കിൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ എ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 മൈനസ് എച്ച് ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ മൈനസ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ പ്ലേസിൽ മൈനസ് എച്ച് കൊടുക്കുമ്പോൾ മോഡ് ഓഫ് മൈനസ് എച്ച് വരും, ദാറ്റ് ഈസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 എക്സിന് 0 കൊടുക്കുമ്പോൾ 0 വരും ബൈ മൈനസ് എച്ച്. എച്ച് കട്ടായി പോയി, ആൻസർ ഈസ് -1. എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് ദാറ്റ് ഈസ് എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച് which is limit h tends to 0. f of h എന്ന് പറഞ്ഞാൽ h കിട്ടും. f of 0 വരും ബൈ h വരും. h കട്ടായി പോയി, ആൻസർ 1 കിട്ടും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ 3 മാർക്കിലൊക്കെ ചോദിച്ചാൽ കുറച്ച് സ്റ്റെപ്പ് എഴുതണം എന്നുണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിച്ചാൽ മതി. അപ്പം ഞാൻ പല മെത്തേഡ് പറഞ്ഞു. ഇത് 1 മാർക്കാണ്, നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്, ഷാർപ്പ് എഡ്ജ് വരുന്നു. അത്ര എഴുതിയ പരിപാടി തീർന്നു. ഓക്കെ, ഇനി നമുക്ക് പലതരത്തിലുള്ള ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഒന്ന് ചെയിൻ റൂൾ, ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ റൂൾ. ഒന്നിലധികം ഫങ്ഷൻ്റെ ഡിഫറൻസിയേഷൻ വരും. അതെങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തും? അതായത് ഇപ്പോൾ y is equal to sin of cos x അല്ലെങ്കിൽ y is equal to e raised to sin x
അപ്പോൾ ഇത് ഒന്നിലധികം ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് വരുമ്പോൾ ഇപ്പം ഇതിനകത്ത് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആയിരുന്നുവെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആട്ടോ. അതൊക്കെ ചിലർ തെറ്റിക്കാറുണ്ട്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നാൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ അതില്ല, ഒരൊറ്റ ഫംഗ്ഷൻ ഉള്ളൂ, സൈൻ ഓഫ് കോസ് എക്സ്. സൈൻ ഓഫ് കോസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അറ്റ് എ ടൈം ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ നടത്താൻ നമ്മൾ. അറ്റ് എ ടൈം ഒരേ ഒരു ഫംഗ്ഷൻ. സൈനിൻ്റെ ഡിഫറൻസിയേഷൻ വരുന്നത് കോസ് വരും. ആ കോസ് മാത്രം, സൈൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു. ഇപ്പം ഞാൻ ഈ സൈൻ്റെ മാത്രമേ കേട്ടോ ചെയ്തിട്ടുള്ളൂ, ഇൻറ്റു. ഇനി കോസിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ഉണ്ട്, സൈൻ എക്സ് ഉണ്ട്. ഇ റേസ് ടുവിൻ്റെ ഡിഫറൻസിയേഷൻ ആദ്യം നടത്തുക. ഇ റേസ് ടുവിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇ റേസ് ടു സൈൻ എക്സ്. അപ്പോൾ ഇ റേസ് ടുവിൻ്റെ മാത്രമേ നടത്തിയിട്ടുള്ളൂ, ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് കോസ് എക്സ്. ഇ റേസ് ടുവിൻ്റെ ഡിഫറൻസിയേഷൻ ഇ റേസ് ടു എന്ന് തന്നെ എഴുതി, ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡറിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങൾ നോക്കിക്കോ. അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. ഞാൻ പറയുന്നത്, ഇപ്പോൾ എക്സിനൊരു വാല്യൂ കൊടുത്താൽ ആദ്യം കോസ് കാണും, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ സൈൻ കാണും. എക്സിനൊരു വാല്യൂ കൊടുത്താൽ, എക്സിന് ഇപ്പോൾ 45 കൊടുത്താൽ ആദ്യം കോസ് 45 കാണും, അത് എത്രയാണോ അതിൻ്റെ സൈൻ വാല്യൂ കാണും. റിവേഴ്സ് ഓർഡറിൽ ഡിഫറൻസിയേഷൻ നടത്തണം. ആദ്യം കോസ് പിന്നെ സൈൻ അല്ലേ പറഞ്ഞത്. ഡിഫറൻസിയേഷൻ വരുമ്പോൾ ആദ്യം സൈൻ പിന്നെ കോസ്. ഇപ്പം ഇത് നോക്കൂ, ഇ റൈസ് ടു സൈൻ എക്സ്. ആദ്യം എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ സൈൻ എക്സ് കാണും, എന്നിട്ട് അതിൻ്റെ ഇ റൈസ് ടു എത്രയാണെന്ന് നോക്കും. അപ്പം ആദ്യം ഇ റൈസ് ടു ദെൻ സൈൻ എക്സിൻ്റെ. ഇതൊക്കെ നമ്മൾ NCERT പോർഷൻസ് എടുത്ത സമയത്ത് നിങ്ങളെല്ലാം യൂട്യൂബിൽ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. NCERTയിലെ എല്ലാ ക്വസ്റ്റ്യനും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അന്നേരം സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഡൗട്ടുള്ളവരൊക്കെ അത് നോക്കിയാൽ മതി. അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇ റേസ് ടു സൈൻ എക്സ് ഇത് ചോദിച്ചതാണ്. ഇ റേസ് ടു സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ആദ്യം ഇ റേസ് ടു സൈൻ എക്സ് വരും, ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ കോസ് എക്സ് വരും. ഓക്കെ, ഇതാ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2022 ചോദിച്ചതാണ്. എല്ലാം ഒരു 22, 23, 21, 20 ആ റേഞ്ചിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. സ്റ്റേറ്റിൻ്റെ ബോർഡിൻ്റെ ആട്ടോ, സ്റ്റേറ്റ് ബോർഡിൻ്റെ ആണ്, CBSE അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ക്യൂബ്, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ക്യൂബ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ആദ്യം ലോഗിൻ്റെ ഡിഫറൻസിയേഷൻ, ലോഗിൻ്റെ 1/x ക്യൂബ് എന്ന് എഴുതും, ഇൻറ്റു ആദ്യം ലോഗിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് 1/x ക്യൂബ് എന്ന് എഴുതും, പിന്നെ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് 3x² എന്നും എഴുതും. ആദ്യം ലോഗിൻ്റെ ഡിഫറൻസിയേഷൻ അത് 1/x ക്യൂബ് എന്ന് എഴുതും, പിന്നെ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് 3x². സോ ഫൈനൽ ആൻസർ ഈസ് 3/x. 3/x ഇതൊക്കെ 1 മാർക്ക് കാറ്റഗറിയിൽ വരുന്നതാട്ടോ. 1 മാർക്ക് കാറ്റഗറി. ഇതൊരിക്കലും ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊന്ന് നോക്കാമോ? വിച്ച് among the following is not true? നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? കണ്ടിന്യൂറ്റി പറഞ്ഞതാണ്. എ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്, അത് ശരിയാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ, ഇത് തെറ്റാ. കാരണം ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത മോഡെക്സ് അല്ലേ. മോഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എവരിവെയർ, ഒരു സ്ഥലത്തും പെയിൻ എടുക്കേണ്ട വരില്ല. ബട്ട് x ഈക്വൽ ടു 0യിൽ ഷാർപ്പ് എഡ്ജ് വരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത് ശരിയാണ്, നമ്മൾ പറഞ്ഞതാണ്. log x കണ്ടിന്യൂസ് ആണ്, x > 0 എന്ന് പറഞ്ഞാൽ ലോഗരിതം ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ
നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ചുമ്മാ ഒന്ന് നോക്കിക്കോളൂ. ഐഡന്റിഫൈ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഫംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏത് ഫംഗ്ഷൻ ആണ്? ഇത് സൈൻ ഫംഗ്ഷൻ ആയിരുന്നു അല്ലെ. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 വരുന്നതും π/2 കൊടുക്കുമ്പോൾ 1 വരുന്നതൊക്കെ സൈൻ ഫംഗ്ഷൻ ആയിരുന്നു. നോക്കിയേ, ഇതിനകത്ത് എന്താ സംഭവിച്ചേ? ഈ പാർട്ട് അവർ കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്തിട്ട് അവർ നേരെ മുകളിലേക്ക് വെച്ചു. ഇങ്ങനെ വെച്ചു. അതായത് ഫംഗ്ഷന്റെ മോഡുലസ് എടുത്തു. മോഡുലസ് എടുക്കുമ്പോൾ ബിലോ പോർഷൻ ഉണ്ടാവില്ല. അത് നേരെ കട്ട് ചെയ്ത് മിറർ ഇമേജ് മുകളിലേക്ക് വെക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. മോഡ് സൈൻ എക്സിന്റെ ഗ്രാഫാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ദ എബവ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ഇത് ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. സൈൻ എക്സ് ഡിഫറൻഷ്യബിൾ ആണ്, ബട്ട് മോഡ് സൈൻ എക്സ് ഡിഫറൻഷ്യബിൾ അല്ല. എവിടെ ഡിഫറൻഷ്യബിൾ അല്ല? ഇത് ഇവിടെ കണ്ടോ? ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഷാർപ്പല്ല, കേർവ്ഡ് ഷേപ്പ്, നോ പ്രോബ്ലം. ഇത് ഇവിടെ ഡിഫറൻഷ്യബിൾ അല്ല, ഇത് ഇവിടെ ഡിഫറൻഷ്യബിൾ അല്ല. കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. ഈ പോയിന്റിൽ, അറ്റ് ദാറ്റ് പോയിന്റ്, ഷാർപ്പ് എഡ്ജ് വരുന്ന ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാം. ദ എബവ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0, -π, π, 2π അങ്ങനെയുള്ള പോയിന്റിൽ ഒന്നും ഡിഫറൻഷ്യബിൾ അല്ല. അടുത്തത് 1 മാർക്ക് ക്വസ്റ്റ്യൻ. y is equal to root tan x. ഞാൻ ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റിൽ വരുന്നതാണ് ചെയിൻ റൂൾ. dy/dx കാണൂ. dy/dx കാണൂ. റൂട്ട് ടാൻ എക്സ്, ആദ്യം റൂട്ടിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തണം. അത് 1/2 റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 1/2 റൂട്ട് ടാൻ എക്സ് എന്ന് എഴുതും. ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് sec square x. dy/dx ഈക്വൽ ടു ആദ്യം റൂട്ട് ടാൻ എക്സിൻ്റെ 1/2 റൂട്ട് ടാൻ എക്സ്, ദെൻ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec square x. ഓക്കെ, ഇത് നോക്കൂ. ഇതും ഇംപ്ലിസിറ്റ് ചെയിൻ റൂളിൽ വരുന്ന 3 ഫംഗ്ഷൻ ഉണ്ട്. e⁻, cos, log. അപ്പോൾ dy/dx കാണുമ്പോൾ ആദ്യം ലോഗിൻ്റെ ഡിഫറൻസിയേഷൻ 1/cos e⁻x. ആദ്യം ലോഗിൻ്റെ 1/cos ഇൻറ്റു, ഇനി കോസിൻ്റെ, ആദ്യം ലോഗിൻ്റെ ചെയ്തു, ഇനി കോസിൻ്റെ മൈനസ് സൈൻ e⁻x ഇൻറ്റു, ഇനി e⁻xൻ്റെ, അത് e⁻x. ഫംഗ്ഷൻ നിങ്ങൾ നോക്കൂ, എക്സിനൊരു വാല്യൂ കൊടുത്താൽ ഒന്ന് e⁻x കാണും, ഒരു ഫംഗ്ഷൻ. അതിൻ്റെ കോസ് കാണും, അടുത്ത ഫംഗ്ഷൻ. അതിൻ്റെ ലോഗ് കാണും, മൂന്നാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം ലോഗിൻ്റെ 1/, പിന്നെ കോസിൻ്റെ മൈനസ് സൈൻ, പിന്നെ e⁻ന്റെ. ഇത് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം കേട്ടോ. മൈനസ് e⁻x ആദ്യം ഒന്ന് എഴുതി, ഈ മൈനസ് നീക്കിയിട്ടു, സൈൻ ബൈ കോസ് ടാൻ ഓഫ് e⁻x. ഇങ്ങനെ ഞങ്ങളുടെ എഴുതിയാൽ നല്ലതാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. മൈനസ് e⁻x ഇൻറ്റു ടാൻ ഓഫ് e⁻x. ഓക്കെ, ഇനി നിങ്ങൾ കാണുന്നത് NCERT-യിൽ ചെയിൻ റൂൾ കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എന്തായിരുന്നു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സും വൈയോടെയൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻ. എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ പോലെ തന്നെ ഡിഫറൻസിയേഷൻ നടത്തും. എക്സിൻ്റെ എല്ലാ റൂളുകളും വൈക്കും ബാധകമായിരിക്കും. സൈൻ എക്സിന് നിങ്ങൾ കോസ് എക്സ് എന്ന് എഴുതുന്നത് പോലെ തന്നെ സൈൻ വൈക്ക് നിങ്ങൾ കോസ് വൈ എന്ന് എഴുതും. e⁻x എഴുതുന്നത് പോലെ തന്നെ e⁻y എഴുതും. ഇൻറ്റു dy/dx. വൈയുടെ ടേം ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഇൻറ്റു dy/dx കൂടെ ചേർക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ അതേ ഇത് കണ്ടോ, എക്സും വൈയോടെ മിക്സ് ചെയ്ത് വരുന്നു.
അതിനകത്തുനിന്ന് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തും. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എല്ലാ ടേമിനെയും ഡിഫറൻസിയേഷൻ നടത്തും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 100. എല്ലാ ടേമിനെയും ഡിഫറൻസിയേഷൻ നടത്തും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y എന്ന് എഴുതിക്കോ. ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എഴുതാൻ മറക്കരുത്. കാരണം ഇവിടെ വേരിയബിൾ y ആണ്, നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇവിടെ ആ പ്രശ്നമില്ല, രണ്ടും എക്സ് ആണ്. ഇവിടെ ഇപ്പോൾ രണ്ടും y ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വേരിയബിൾ വൈയും ഡിഫറൻസിയേഷൻ എക്സ് വെച്ചു ആയി. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് കാണാനും പറ്റില്ല, കാരണം y is a function in terms of x. പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വിച്ച് ഈസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിച്ച് ഈസ് 1. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 0. 100ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഈ ടേം ഇതിൽ രണ്ടിലും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അത് കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ടു വൈ പ്ലസ് എക്സ്. ക്ലിയർ അല്ലേ? ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്തത് ഈ ടേമും അത് റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം -2x മൈനസ് വൈ 2xy ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ therefore dy by dx equal to മൈനസ് ഓഫ്, ഇത് വേണമെങ്കിൽ ഒന്ന് ഔട്ട് സൈഡ് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2x പ്ലസ് വൈ ബൈ 2y പ്ലസ് എക്സ്. ഇത് നേരെ താഴേക്ക് പോയാൽ മൈനസ് ഓഫ് 2x പ്ലസ് വൈ ബൈ 2y പ്ലസ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് dy by dx. അപ്പോൾ എക്സും വൈയോടെ മിക്സ് ചെയ്ത് വരുന്ന ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ സാധാരണ പോലെ തന്നെ ഡിഫറൻസിയേഷൻ നടത്തുക. dy by dx ഒരു സൈഡിൽ കൊണ്ടുവരിക, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇത് പക്ഷേ ഇംപ്ലിസിറ്റ് അല്ല, ട്രിഗണോമെട്രി അതേ എക്സസൈസിൽ തന്നെ NCERT വരുന്നതാണ്. നമ്മളത് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ അല്ല ചെയ്യുന്നത്, എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ ബ്രാക്കറ്റിനകത്ത് കോസ് വരണം. അപ്പോൾ കോസും കോസ് ഇൻവേഴ്സും വരുമ്പോൾ അത് കട്ടായി പോകും, ആംഗിൾ മാത്രം വരും. ഈസി ആയിട്ട് ഡിഫറൻസിയേഷൻ നടത്തും. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ബ്രാക്കറ്റിനകത്ത് എങ്ങനെ കോസ് വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ കോസിലൊരു ഫോർമുലയുണ്ട്. കോസ് 2θ ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് 2θയുടെ ഫോർമുലയാണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ എന്തെഴുതും? y is equal to കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഞാനപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുത്തു. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ തീറ്റ എഴുതണം കേട്ടോ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ അപ്പുറം. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. y is equal to cos inverse of this become cos 2θ. 1 minus tan square by 1 plus tan square is cos 2θ. y is equal to 2θ. Cos inverse cut by answer become 2θ, which is equal to what? 2 tan inverse x. 2 tan inverse x. y is equal to 2 tan inverse x. dy by dx കണ്ടുപിടിക്കണം. തീറ്റയുടെ വാല്യൂ ഇവിടെ കൊടുത്തു. വാട്ട് ഈസ് dy by dx?
വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ആൻസർ ഈസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ ആ ട്രിഗണോമെട്രിയുടെ ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. സൈൻ 2 തീറ്റ മിക്കവാറും ആ ടാൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റ ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ടാൻ 2 തീറ്റ ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം പിന്നീട് നിങ്ങൾ കാണുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. എന്തായിരുന്നു ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ കണ്ടത്? ബിഫോർ ഡിഫറൻസിയേഷൻ വി ഫൈൻഡ് ലോഗരിതം. അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ ബേസും പവറും ഫംഗ്ഷൻ വരും. ബേസ് ഫംഗ്ഷൻ, പവർ ഫംഗ്ഷൻ, ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ആരൊക്കെയാ ഫംഗ്ഷൻ? ബേസും ഫംഗ്ഷൻ, പവറും ഫംഗ്ഷൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോഗരിതം കാണണം. ലോഗരിതം കണ്ടു കഴിയുമ്പോൾ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അത് അപ്ലൈ ചെയ്യുക. ലോഗ് എ റൈസ് ടു ബി എന്ന് പറയുന്നത് ബി ലോഗ് എ എന്ന് വരും. അതായത് ഈ പവർ താഴേക്ക് വരും. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ഈ പവർ താഴെ വരും. ദെൻ ഡിഫറൻസിയേഷൻ നടത്താം. ഡിഫറൻസിയേഷന് മുൻപായിട്ട് നമ്മൾ ലോഗരിതം കാണും. ലോഗരിതം കാണുമ്പോൾ പവർ താഴെ വരും. ഡിഫറൻസിയേഷൻ നടത്തുന്നു. അതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ആ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതാ ടൈപ്പിൽ വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്. ഒരു ഫംഗ്ഷൻ ബേസും പവറും രണ്ട് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ലോഗരിതം കാണുന്നു. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു ലോഗ് വൈ റൈസ് ടു എക്സ്. രണ്ട് സൈഡിൽ ലോഗരിതം എടുത്തു. ടു ദ ബേസ് ഇ ആണ്, നാച്ചുറൽ ലോഗരിതമാണ് എടുക്കുന്നത്. വൈ ഇപ്പുറം വരുമ്പോൾ വൈ ഇൻറ്റു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ നടത്തുന്നു. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ മറക്കരുതേ. വൈ ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു y into 1/x plus log x into dy by dx equal to x into 1/y into dy by dx plus log y into 1. നോക്കൂ, y into log x into 1/x വരും പ്ലസ് log x into y dy by dx വരും ഈക്വൽ ടു റൈറ്റ് സൈഡ് എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡിഫറൻസിയേഷൻ 1/y വരും ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും പ്ലസ് ലോഗ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻസിയേഷൻ 1 കിട്ടും. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈമുകളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. ഇത് രണ്ടും ഡി വൈ ബൈ ഡി എക്സ് ഔട്ട് സൈഡ് എടുക്കുന്നു. ഞാൻ 2 സ്റ്റെപ്പുകൾ ഒന്നിച്ച് എഴുതുവാണ് കേട്ടോ. ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ലോഗ് എക്സ് ഉണ്ട്. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ എക്സ് ബൈ വൈ ആണ്. അതിനെ ഞാൻ മൈനസ് എക്സ് ബൈ വൈ എന്ന് എഴുതുന്നു. ഇനി റൈറ്റ് സൈഡ് ലോഗ് വൈ ഇൻറ്റു 1 ലോഗ് വൈ എഴുതും. ഇത് വൈ ബൈ എക്സ് ആണ്, അത് റൈറ്റിലേക്ക് പോകുന്നു. വൈ ബൈ എക്സ് ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇത് എൽ സി എം കണ്ടു കഴിഞ്ഞാൽ വൈ ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു ഇത് എൽ സി എം കണ്ടു കഴിഞ്ഞാൽ എക്സ് ലോഗ് വൈ മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ ഇൻറ്റു എക്സ് ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ് ഇൻറ്റു വൈ ലോഗ് എക്സ് മൈനസ് എക്സ്. വൈ അങ്ങോട്ടും എക്സ് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ദ ആൻസർ.
ഇത് NCERT എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊക്കെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോൾ ലോഗരിതം കണ്ട് പവർ താഴെ കൊണ്ടുവന്ന് ഡിഫറൻസിയേഷൻ നടത്തുന്നു. പിന്നീട് നിങ്ങൾ പഠിക്കുന്നതാണ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. അതും വളരെ ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. x = y = അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഫംഗ്ഷൻ തരുന്നു. ഈ എക്സും വൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഒന്നുമില്ല. ത്രൂ എ തേർഡ് വേരിയബിൾ ടി എന്ന് പറയുന്ന തേർഡ് വേരിയബിൾ, തേർഡ് പാരാമീറ്റർ, അതുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. എക്സും വൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ല. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ത്രൂ തേർഡ് വേരിയബിൾ ടി. അല്ലെങ്കിൽ ചിലപ്പോൾ തീറ്റയാവാം. ഇതൊക്കെ നമ്മൾ ചെയ്ത പാറ്റേൺ തന്നെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പിന്നെ ചെയ്യാത്തത്. ഇതാ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 14th ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ഫോർമുല. എന്താണ് ആ ഫോർമുല? dy/dx = dy/dt dx/dt. dy/dt/dx/dt. ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ dx/dt ആദ്യം കാണും, dy/dt രണ്ടാമതാണ് കാണുന്നത്. എന്നിട്ട് ആ ഓർഡറിൽ തന്നെ ആൻസർ എഴുതും. this/this എന്ന് എഴുതും. ആൻസർ തെറ്റും. ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇതും NCERT എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, dx/dt കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്. എ കോൺസ്റ്റന്റ് ആണ്. കോസ് ടിയുടെ ഡിഫറൻസിയേഷൻ -sin t വരും. പ്ലസ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. t × sin t. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ t, sin ടിയുടെ ഡിഫറൻസിയേഷൻ കോസ് ടി വരും. പ്ലസ് sin t × ടിയുടെ ഡിഫറൻസിയേഷൻ 1 വരും. അപ്പം നിങ്ങൾ നോക്കൂ, ഈ 2 ടേം ക്യാൻസലായി പോകും. സോ ആൻസർ ഈസ് at cos t. ദിസ് ഈസ് dx/dt. ഇതുപോലെ തന്നെ dy/dt കാണുന്നു. a × പ്രത്യേകം ശ്രദ്ധിക്കണം, sin ടിയുടെ ഡിഫറൻസിയേഷൻ കോസ് ടി എഴുതി, മൈനസ്, ആ മൈനസ് ഒന്ന് കോമൺ ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി ഈസ് -sin t പ്ലസ് കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി ഈസ് 1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ പ്ലസ് at sin t എന്ന് വരും. ഈ മൈനസ് ഇവിടെ വരുമ്പോൾ മൈനസ് കോസ് ടി, ഈ കോസ് ടി കട്ടായി പോവും. ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത്. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ക്യാൻസൽ ആവില്ല, ആൻസർ തെറ്റും. Therefore dy/dx = dy/dt. ഞാൻ പറഞ്ഞില്ലേ, this/this എന്ന് എഴുതരുത്, ഓർഡർ മാറ്റണം. അപ്പോൾ at sin t ആദ്യം എഴുതി, dy/dt dx/dt, that is at cos t. ആൻസർ ബിക്കം tan t. നേരെ തിരിച്ചെഴുതിയാൽ വേറെ കുഴപ്പമൊന്നും പറ്റില്ല. ടാൻ എന്നുള്ളത് കോട്ടാവും, ആൻസർ നേരെ മാറും. ഇതാണ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ പോയിന്റോടെയാണ് നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നത്. ലാസ്റ്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഓർഡർ dy/dx കാണും. ആ കിട്ടുന്ന ആൻസറിനെ ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ 17ൽ തേർഡ് ക്വസ്റ്റ്യൻ, അതാ കൺസെപ്റ്റിൽ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യനും ആ കൺസെപ്റ്റിൽ വരുന്നത് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. കാരണം y = f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ y1 അല്ലെങ്കിൽ dy/dx അല്ലെങ്കിൽ f'(x) അല്ലെങ്കിൽ y', ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ. ഒരു പ്രാവശ്യം എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ നടത്തി.
ഈ ഫംഗ്ഷനെ ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ y2 d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ എഫ് ഡബിൾ ഡാഷ് എക്സ് വൈ ഡബിൾ ഡാഷ് ഇതൊക്കെ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു? സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ. അതായത് ഈ കിട്ടിയ ആൻസറിന് ഒന്നുകൂടെ എക്സ് ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്ലിയർ ആയാണ് നിങ്ങൾക്ക്. y2 വന്നിട്ടുണ്ട്, y1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ y1 എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെ തന്നെ അടുത്ത ഡിഫറൻസിയേഷൻ നടത്താം, ഒരു തെറ്റുമില്ല. പക്ഷെ അതിലും കുറച്ചുകൂടെ ബെറ്റർ ഈ ഡിനോമിനേറ്റർ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഈക്വൽ ടു 1 എന്ന് വരും. ആ ഡിനോമിനേറ്റർ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അല്ലാതെ ചെയ്താലും തെറ്റുണ്ടായിട്ടല്ല. എഗെയിൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ലെഫ്റ്റിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y1ന്റെ ഡെറിവേറ്റീവ് y2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അവിടെ ചെയിൻ റൂൾ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വരുന്നു. ആദ്യം റൂട്ടിൻ്റെ ദാറ്റ് ഈസ് 1/2√1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് -2x. ഓക്കെ, റൂട്ടിൻ്റെ ഡിഫറൻസിയേഷൻ 1/2√1 മൈനസ് എക്സ് സ്ക്വയർ, ദെൻ 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 1ൻ്റെ 0 -2x വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം റൈറ്റ് സൈഡ് 1 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2, ഈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വരും, 2xy1. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. -xy1 ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ ആൻസറായി. √1 മൈനസ് എക്സ് സ്ക്വയർ ഒന്ന് LC ആയിട്ട് എടുത്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരും. അപ്പോൾ √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് xy1 ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് xy1 ഈക്വൽ ടു 0. ഈ ടൈപ്പ് ടാൻ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യത പാരാമെട്രിക് അല്ലെങ്കിൽ ലോഗരിതത്തിൽ നിന്നായിരിക്കും. പിന്നെ കണ്ടിന്യൂറ്റി എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു റിവിഷൻ. നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ ഒന്ന് റിവൈസ് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നോക്കാം. അതിനകത്ത് NCERTയിലെ എല്ലാ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.